ദിവസേന ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ല, വർധന മാത്രമേ ഉള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 200-ലധികം പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു. സംഭവം നടന്നത് താഴത്തെ നിലയിലെ MRI സ്കാൻ വിഭാഗത്തിന് സമീപമാണ്. എന്നാൽ UPS സിസ്റ്റത്തിലെ തകരാറാണ് ഇതിന് കാരണമെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി അപ്പോൾ നിലനിന്നത് കനത്ത പുക കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരവധി പേർ പരാതിപ്പെടുകയും ചെയ്തു. അതോടൊപ്പം ആളപായവും പരിക്കുകളും റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. PMSSY ബ്ലോക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ MRI യൂണിറ്റിലെ UPSലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു വലിയ സ്ഫോടനത്തിനും പുക വ്യാപനത്തിനും കാരണമായത്. വെസ്റ്റ് ഹിൽ നിവാസിയായ ഗോപാലൻ, കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ, പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ, വയനാട് സ്വദേശി നസീറ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. പുക ശ്വസിച്ചല്ല മരണങ്ങൾ സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മരിച്ചയാളുടെ ചില ബന്ധുക്കൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾ വലിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 രോഗികൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ അവകാശപ്പെടുകയായിരുന്നു. മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ലായിരുന്നു. വയനാട് സ്വദേശിയായ നസീറയെയും പശ്ചിമബംഗാൾ സ്വദേശിയായ ഗംഗയെയും ആത്മഹത്യാശ്രമത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് എന്നായിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഗംഗ മരിച്ചുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അതേസമയം നസീറയുടെ മരണത്തിൽ അശ്രദ്ധയുണ്ടെന്ന് ആരോപിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ വെന്റിലേറ്ററിൽ നിന്ന് നീക്കം ചെയ്ത ശേഷമാണ് അവർ മരിച്ചതെന്ന് അവരുടെ സഹോദരൻ ആരോപിച്ചിരുന്നു. എന്നാൽ അവിടെയൊക്കെ ന്യായീകരണം നടത്തിയ ആരോഗ്യ മേഖലയ്ക്ക് വീണ്ടും തിരിച്ചടിയായിരുന്നു സംഭവിച്ചിരുന്നത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുകയുയരേണ്ട സാഹചര്യമുണ്ടായി. പുകയുയർന്നതോടെ സൈറൻ മുഴങ്ങിയതിൽ പരിഭ്രാന്തരായ രോഗികൾ പലരും താഴേക്കിറങ്ങി ഓടേണ്ട സാഹചര്യമുണ്ടായി. അത്യാഹിത വിഭാഗത്തിലെ 6-ാം നിലയിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെ പുക കണ്ടത്. പുക ഉയർന്നതിനെ തുടർന്ന് കെട്ടിടത്തിലെ മറ്റു നിലകളിലുണ്ടായിരുന്ന രോഗികളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് കെട്ടിടത്തിൽ 3-4 നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അത്യാഹിത വിഭാഗത്തിൽ പുകയും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആരോഗ്യരംഗത്തെ ഗുരുതര വീഴ്ചകളാണ് പുറത്തുവരുന്നത്. വീണ്ടും സ്വകാര്യ സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗുരുതരമായ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് വൈദ്യശാസ്ത്രപരമായ പിഴവ് സംഭവിച്ചതായി സംശയിക്കുന്ന കേസിൽ ഒരു വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വിരലുകളും കാൽവിരലുകളും മുറിച്ചുമാറ്റി. മുട്ടത്തറ ശ്രീവരാഹം സ്വദേശിയായ MS നീതുവിന്റെ ഇടത് കൈയിലെ 4 വിരലുകളും ഇടത് കാലിലെ 5 വിരലുകളുമാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. 31 വയസ്സായിരുന്നു നീതുവിനുണ്ടായിരുന്നത്. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി അവർ സെന്ററിൽ സമീപിച്ചിരുന്നു. ഭർത്താവ് പത്മജിത്ത് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം അരശുംമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന ക്ലിനിക്കിനെതിരെ തുമ്പ പോലീസ് കേസെടുത്തു. പ്രധാന പ്രതി ഡോക്ടർ ഷെനൽ ശശാങ്കനാണ്. ഫെബ്രുവരി 22-ന് ശസ്ത്രക്രിയ നടത്തി. ഫെബ്രുവരി 23-ന് അവരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവർക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടു. തുടർന്ന് ഫോണിൽ ഡോക്ടറെ അറിയിക്കുകയായിരുന്നു. ഉപ്പിട്ട കഞ്ഞിയും വെള്ളവും കുടിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയോടെ അവരുടെ അവസ്ഥ വളരെ ദയനീയമാവുകയും വഷളായതിനെ തുടർന്ന് 24-ന് പരിശോധനയ്ക്കായി അവരെ വീണ്ടും ക്ലിനിക്കിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ രക്തസമ്മർദ്ദം കുറവാണെന്നും മറ്റു പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ക്ലിനിക്കിലെ ഡോക്ടർ സ്വന്തം നിലയിൽ അവളെ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഏർപ്പാടും ചെയ്തു. പരാതിയിൽ പറയുന്നത് അവിടെ വെച്ച് അവർക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്നും ICUവിൽ പ്രവേശിപ്പിച്ചുവെന്നുമാണ്. എന്നാൽ അവളുടെ ആന്തരിക അവയവങ്ങൾക്ക് അണുബാധ ഉണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. 21 ദിവസത്തേക്ക് അവളെ വെന്റിലേറ്ററിൽ കിടത്തുകയും ചെയ്തു. ഡയാലിസിസിന് വിധേയമാക്കുന്നതിനിടെ ഇടതുകാലിലെ ഒരു അടഞ്ഞ ധമനിയുടെ ഫലമായി കാലിലേക്കുള്ള രക്തയോട്ടം നിലച്ചു. അതിന്റെ ഫലമായി ചലനശേഷി നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്കായി ഇതിനകം 10 ലക്ഷം രൂപ ചെലവഴിച്ചതായും അവരുടെ കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. സാധുവായ മെഡിക്കൽ സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നതെന്നും അതിനുശേഷം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കഴക്കൂട്ടം പോലീസ് പറഞ്ഞു.
വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ കെ ദിനിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തെഴുതി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആരോഗ്യരംഗത്തെ വൻ വീഴ്ചകളും പരാജയങ്ങളുമാണ്. വിശ്വസിച്ച് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരിക്കുന്നു.